വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമി ഉത്സവത്തിന് കൊടിയേറി. വൈക്കത്ത് ഇനി അന്നദാന പ്രഭുവിന്റെ ഉത്സവ നാളുകൾ. നവംബർ 23-നാണ് വൈക്കത്ത് അഷ്ടമി. തിരുവൈക്കത്തപ്പന്റെ അഷ്ടമി മഹോത്സവത്തിന് തിരുസന്നിധിയിൽ ആരംഭമായി. തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി, കിഴക്കിനേടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ രാവിലെ 8:30-ഓടെ കൊടിയേറി. ഭക്തരുടെ നമശിവായ മന്ത്രങ്ങൾ വാദ്യമേളങ്ങൾക്കൊപ്പം പ്രതിധ്വനിച്ചു. രാവിലെ വിശേഷാൽ പൂജകളോടെയായിരുന്നു ചടങ്ങുകൾക്ക് ആരംഭമായത്. കൊടിയേറ്റിനു ശേഷം ദേവസ്വം കമ്മീഷണർ CV പ്രകാശ് കൊടിക്കീഴിലും സിനിമാ താരം ഹരിശ്രീ അശോകൻ കലാമണ്ഡപത്തിലും ദീപം തെളിയിച്ചു. ദർശന പുണ്യം നേടി ഉത്സവ ദിനങ്ങളിലേക്ക് ആവേശത്തോടെ ഭക്തജനങ്ങൾ. എല്ലാ വർഷം വന്ന് ഭഗവാന്റെ കൊടിയേറിയിട്ട് പോവുകയാണ്. കോടി പുണ്യമായിട്ട് കാണുന്നു. ജന്മസുഹൃതം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാ വർഷവും വരാനുള്ളതാണ്. കൊടിയേറ്റാൻ സന്തോഷമാണ്. എല്ലാവർക്കും പുണ്യം ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ എല്ലാവർക്കും. നവംബർ 23-നാണ് വൈക്കത്തഷ്ടമി. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇത്തവണ മുൻവർഷങ്ങളെക്കാൾ ഭക്തജനങ്ങൾ ഏറെ എത്തുമെന്നാണ് പ്രതീക്ഷ. മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഇന്നലെ മുതൽ തന്നെ വളരെ വലിയൊരു ഭക്തജന പ്രവാഹം തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായും ഈ വർഷവും മുൻവർഷത്തേക്കാൾ കൂടുതലായി തന്നെ ഭക്തജനങ്ങൾ എത്തിച്ചേരും. മാത്രവുമല്ല, ഇത്തവണ അഷ്ടമി വരുന്നത് ശനിയാഴ്ചയാണ്. ആ ഒരു പ്രത്യേകത കൂടി. അപ്പം തീർച്ചയായും വളരെയധികം ഭക്തജനങ്ങൾ വരും. അവർക്ക് വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തും വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പോലീസ്, മറ്റ് നിയമ സംവിധാനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും എല്ലാവിധ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അഷ്ടമി ദർശനം 23-ന് വെളുപ്പിന് 4:30-ന് ആരംഭിക്കും. 24-ന് ഉദയനാപുരം ക്ഷേത്രത്തിൽ നടക്കുന്ന കൂടിപ്പൂജ വിളക്കോടെ ഉത്സവം സമാപിക്കും. വിശ്വപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഉത്സവത്തിന് തിരുസന്നിധിയിൽ തുടക്കമായിരിക്കുകയാണ്. ഇനിയുള്ള 12 നാളുകൾ വൈക്കത്തുകാർക്ക് ഭക്തിയും ആവേശവും ഒന്നുചേരുന്ന ദിനരാത്രങ്ങളാണ്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം മിഥുനയ്യപ്പൻ, ജനം.